ഈ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ പെൺകുട്ടികളുടെ മരണമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇതിപ്പോ കുറെ നാളുകളായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തെളിവുകൾ ഇങ്ങനെ ഇട്ടിട്ട് തരുന്ന ഒരു കേസായിട്ട് എനിക്ക് തോന്നിയത് അതുല്യ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കേസാണ്. ലെറ്റ് മീ ടെൽ യു ഗൈസ് വൈ. നിങ്ങൾക്ക് മനസ്സിലായി കാണും, പുള്ളിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ സൈക്കോ തെണ്ടി. ആർക്കൊക്കെ ഇന്റർവ്യൂ കൊടുക്കാവോ അവർക്കൊക്കെ അവൻ കയറി ഇറങ്ങി ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവനെന്തോ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ മീഡിയ ഇവനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അലവലാതി പറയുകയാണ്, ഞാൻ അങ്ങനെ അവളെ എപ്പോഴും എടുത്തിട്ട് അടിക്കത്തൊന്നുമില്ല, ഞാൻ വെള്ളം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്റെ ഭാര്യ തല്ലുന്നത്. അവിടെ തന്നെ കാര്യം നമുക്ക് ഏകദേശം ഒരു രൂപം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അവൻ സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സമ്മതിക്കുന്നു? കാരണം നമ്മുടെ നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ട് അവൻ സമ്മതിക്കുന്നുണ്ട്. തെണ്ടിയുടെ കാര്യം ഞാൻ ഇനി സംസാരിക്കുന്നില്ല, ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഗോണ ബോയ് മൈ ബ്ലഡ്. ഇനി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നല്ല ഒരു തന്തയെ ലോകത്ത് ആർക്കും കൊടുക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അങ്ങേര് എന്ത് വിവരക്കിടക്കാണ് പറയുന്നത് അങ്ങേർക്ക് തന്നെ അറിയില്ല. സ്വന്തം മകളെ കൊലക്ക് കൊടുത്തിട്ട് പുള്ളി പറയുകയാണ്, 10-13 വർഷമായിട്ട് എനിക്ക് അറിയാമായിരുന്നു എന്റെ കുട്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളെന്ന പേരന്റ് ഫെയിൽ ആയതിനെയാണ് കാണിക്കുന്നത്. 18 വർഷത്തോളം വളർത്തി വലുതാക്കിയ മകൾ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞില്ല? അല്ലെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ. അതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പുള്ളി പറഞ്ഞതാണ്, കല്യാണ നിശ്ചയം അത് 18 വയസ്സുള്ള പെണ്ണിന് കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ കുറെ സ്വഭാവങ്ങൾ, ഇവൻ വെള്ളമടിക്ക് വരുന്നത്, ഇവന്റെ മോശം സ്വഭാവങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ ആൾക്കാർ ഇപ്പൊ കല്യാണം ഉറപ്പിച്ചില്ല. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും? ഇപ്പൊ ആൾക്കാരുടെ വിചാരം നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് മകള് മരിച്ചല്ലോ, ഇനി എന്ത് ഉത്തരവാദിത്തം, ഇനി എന്താ അല്ലേ? ആരേലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ പെണ്ണിനെ ഒരു വിദ്യാഭ്യാസവും കൊടുക്കാതെ ആ കൊച്ചിനെ ഇറക്കിയിട്ട് ആ കൊച്ചിനെ കൊലക്കും കൊടുത്തു. ഇങ്ങനെയുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം സ്ത്രീകൾ എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം ഇതാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടുകാർ ഈ രണ്ട് ടീമും ഉപേക്ഷിച്ചാൽ പിന്നെ ഈ കുട്ടിക്ക് ആരുമില്ല. ബിക്കോസ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഇല്ലാത്തൊരു സ്ത്രീക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരില്ല. അപ്പൊ ഇനി ഉള്ളവരാണെങ്കിൽ പോലും ചിലപ്പോ ആ ഒരു നിമിഷം എല്ലാരും ഒറ്റപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നും. നമുക്ക് അതിനകത്ത് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിരുന്നിട്ട് പറയുകയാണ് ഇതുപോലെ തന്നെ കുറെ വർഷമായിട്ട് മോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ തള്ള എന്ത് പറഞ്ഞാണ്, അത് സഹിക്കണം, നമ്മൾ ക്ഷമിക്കണം, സ്ത്രീകൾ കുറച്ച് താഴ്ന്നു ഉറപ്പുള്ള കാര്യം. അതിനകത്ത് ഒരു സംശയമില്ല, പുള്ളിക്കാരി അത് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എന്റെ പുള്ളിക്കാരി വേറെ ഡയലോഗ് പറഞ്ഞു, അവന് നല്ല ശമ്പളം ഒക്കെ ഉള്ളവനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ട്, ദാമ്പത്യ ജീവിതമാകുമ്പോൾ അടിയും ഇതൊക്കെ കാണും, അതൊക്കെ സഹിച്ചോണ്. ഭർത്താവിന് വെച്ച് വിളമ്പി കൊടുക്കുക, മക്കളുടെ കാര്യം നോക്കുക, കുറെ പെറ്റ് പെരുക, ഇതിൽ കൊള്ളൊന്നും ഇല്ല. കല്യാണം കഴിച്ചു ഇനി നിന്റെ പ്രശ്നം നിന്റെ മാത്രമാണ്, അല്ലാതെ ഇങ്ങോട്ട് വീട്ടിലോട്ടൊന്നും വന്നിക്കാൻ പറ്റത്തില്ല. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരും അനുഭവിക്കുന്നവരും പോലെ നരയിക്കുന്നവരും ഉണ്ട്. ആർക്കും ആരും തല്ലാനുള്ള റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓരോ ദിവസം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ നിയമങ്ങൾ മാറത്തുമില്ല, ആൾക്കാർക്ക് പേടിയില്ല.